ഇന്ന് നമുക്ക് അല്ലു അർജുനും ഫഹദ് ഫാസിലും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ കഥ നോക്കിയാലോ. അതിനു മുൻപായിട്ട് എക്സ്പ്ലനേഷൻ കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. പാർട്ട് 2 കഥയിലേക്ക് കടക്കും മുമ്പ് പാർട്ട് 1 കഥ ഒന്ന് ചുരുക്കത്തിൽ നോക്കിയാലോ. പാർട്ട് 1 ചന്ദനം കടത്തൽ ജോലി ചെയ്ത് ഒടുവിൽ ചന്ദനം കടത്തുന്ന ബിസിനസ് തന്നെ സ്വന്തമായി പുഷ്പ ആരംഭിച്ചു. എന്നിരുന്നാലും അവന് ആകെ പ്രശ്നം അച്ഛന്റെ പേരാണ്. പുഷ്പയുടെ അച്ഛന്റെ യഥാർത്ഥ ഭാര്യയും കുടുംബവും പുഷ്പയെയും അമ്മയും അംഗീകരിക്കില്ല. അച്ഛന്റെ പേരില്ലാതെ സ്വന്തമായൊരു സാമ്രാജ്യം ഉണ്ടാക്കുവാനാണ് പുഷ്പ ശ്രമിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് ചന്ദനം വെട്ടുന്നതിന്റെയും കടത്തുന്നതിന്റെയും ഫുൾ കൺട്രോൾ തന്റെ കൈവശം കൊണ്ടുവരണം. ഓൾറെഡി എല്ലാം മംഗള സിംഗിന്റെ കൈവശമാണ്. എന്നാൽ പുഷ്പ MLAയുടെ സഹായത്തോടു കൂടി ചന്ദനം കടത്തുന്നതിന്റെ ഫുൾ കൺട്രോൾ തന്റെ കൈവശമാക്കി. അതിനുശേഷം ആരും പ്രതീക്ഷിക്കാത്ത വളർച്ചയായിരുന്നു പുഷ്പയുടേത്. എന്നാൽ അവിടെ നിന്നും പ്രശ്നം ആരംഭിച്ചു. ഇതെല്ലാം കണ്ട് പോലീസ് വെറുതെ ഇരിക്കുമോ? ഇല്ല. പുതുതായി ചാർജെടുത്ത SP ഭൻവർ സിംഗ് ശിഖാവത്ത് എങ്ങനെയെങ്കിലും പുഷ്പയെ പിടികൂടുവാനായും തീരുമാനിച്ചു. നിന്നെ കൊണ്ടെന്നെ ഒന്നും ചെയ്യാനാകില്ല എന്ന രീതിയിൽ പുഷ്പ ശിഖാവത്തിനെ അപമാനിച്ച് ഡ്രസ്സും അഴിച്ചാണ് അവിടെ നിന്ന് പറഞ്ഞുവിട്ടതും. അതോടെ പ്രശ്നം ആരംഭിച്ചു. ഒരു വശത്ത് മംഗള സിംഗും ഭാര്യയും പുഷ്പയെ തറയിലിറക്കണമെന്ന വാശി, മറ്റൊരു വശത്ത് പുഷ്പയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന വാശിയിൽ ശിഖാവത്തും. ഇത്രയും ശത്രുക്കളെയും കൊണ്ട് പുഷ്പ 2 ആരംഭിക്കുകയാണ്. പുഷ്പ ചന്ദനം കടത്തിലൂടെ ഒരുപാട് കാശ് സമ്പാദിച്ചു. ഗവൺമെന്റിനെയും പോലീസുകാരെയും ഒക്കെ തന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. അതറിയുന്ന ശിഖാവത്തിന് വാശിയായി. പുഷ്പയെ പിടികൂടണമെങ്കിൽ തെളിവോടെ പൊക്കണം. അതിനായി പുഷ്പയുടെ ആളുകൾ ചന്ദനം വെട്ടുന്നതിൽ തൊഴിലാളിയായി ശിഖാവത്തും കയറും. ആർക്കും സംശയം തോന്നില്ല. ഒടുവിൽ തന്റെ സ്വയരൂപം അവർക്ക് മുന്നിൽ കാട്ടി. മറ്റുള്ള പോലീസ് ഫോഴ്സിനെയും അവിടേക്ക് എത്തിച്ചു. എല്ലാ തൊഴിലാളികളെയും അറസ്റ്റും ചെയ്തു. ചന്ദനത്തടിയും കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്ത തൊഴിലാളികൾ ആരെങ്കിലും പുഷ്പയുടെ പേര് പറയുമെന്ന് ശിഖാവത്ത് പ്രതീക്ഷിച്ചു. എന്നാൽ എവിടെന്ന്? എന്നാൽ മറ്റൊരു വശത്ത് തന്റെ തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തതറിഞ്ഞ പുഷ്പയാണെങ്കിൽ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ശിഖാവത്ത് ഇല്ല. മറ്റു പോലീസുകാർക്കാണെങ്കിൽ അവരെ റിലീസ് ചെയ്യാൻ പേടി. ശിഖാവത്ത് ഇല്ലാത്തതിനാൽ ഒരു തീരുമാനം എടുക്കില്ല എന്ന വാശിയിലാണ് പോലീസ്. എന്നാൽ പുഷ്പ പറയും, നിങ്ങൾ ഈ ആയുസിൽ കഷ്ടപ്പെടുന്ന പൈസ ഞാൻ തരാം, എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യണമെന്നും പറയുന്നു. പോലീസ് അതിന് തയ്യാറാവുകയും ചെയ്യും. പുഷ്പയുടെ പേര് എത്ര ചോദിച്ചിട്ടും തല്ലുകൊണ്ടിട്ടും ആ തൊഴിലാളികൾ പറഞ്ഞില്ല എന്നറിഞ്ഞ പുഷ്പയ്ക്ക് സന്തോഷമായി. കാരണം പുഷ്പ അത്ര നന്നായിട്ടാണ് അവരുടെ കാര്യം ഒക്കെ നോക്കിയതും. എത്ര തല്ലിയാലും ഞങ്ങളുടെ അണ്ണന്റെ പേര് ഞങ്ങൾ പറയില്ല എന്ന് തന്നെ അവർ ഉറച്ചു നിന്നു. തൊഴിലാളികൾക്കും പുഷ്പയ്ക്കുമിടയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിംഗ് ആണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പുഷ്പയെ ആർക്കും തൊടാൻ പോലും പറ്റാത്തതും. തിരികെ സ്റ്റേഷനിലെത്തിയ ശിഖാവത്ത് സ്റ്റേഷനിൽ പുഷ്പയുടെ കൂട്ടാളികളെ ആരെയും കാണില്ല. പുഷ്പ പോലീസ് സ്റ്റേഷനിലെയും വിലക്ക് വാങ്ങിയെന്ന് ശിഖാവത്തിന് മനസ്സിലായി. താൻ എത്രയൊക്കെ അവനെ പിടികൂടുവാനായി ശ്രമിച്ചാലും കാശ് വെച്ച് അവൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുന്നു എന്ന് ചിന്തിച്ച് ദേഷ്യത്തിൽ നിൽക്കുകയാണ് ശിഖാവത്ത്. പുഷ്പയുടെ പവർ ദിവസവും കൂടി വന്നുകൊണ്ടേയിരുന്നു. പുഷ്പയ്ക്കൊന്ന് പവർ കൊടുത്ത MLA ഇപ്പോൾ MP ആയിരിക്കുകയാണ്. എന്നിരുന്നാലും MPക്ക് ഡൽഹിയിൽ പോകണമെന്ന ഒരേ ആഗ്രഹം. CMനെ കാണാനായിട്ട് MPയും കൂട്ടി പുഷ്പയും പോകുവാനായും തീരുമാനിച്ചു. പുഷ്പ പോകുവാൻ ഇറങ്ങുന്നതിന് മുമ്പ് പുഷ്പയുടെ ഭാര്യയായ ശ്രീവല്ലിയാണെങ്കിൽ, അതെ, CMനെ കണ്ടിട്ട് വരുമ്പോഴേ CMനൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് വരണേ, എന്നാലേ എന്റെ ഭർത്താവും CMന്റെ മീറ്റിംഗിലൊക്കെ പങ്കെടുക്കുന്നുവെന്ന് എനിക്ക് പുറത്ത് പറയാമല്ലോ എന്നൊക്കെ ശ്രീവല്ലി പറഞ്ഞുവിടും. പുഷ്പ അതിന് സമ്മതിച്ചു. MPയും പുഷ്പയും CMനെ കാണുവാനായും പോയി. CMന്റെ ആവശ്യം പുഷ്പയുടെ കയ്യിൽ നിന്ന് വരുന്ന കാശായിരുന്നു, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ളത്. പുഷ്പയെ കണ്ടതും ആ കാശെല്ലാം കിട്ടിയെന്ന് CM അന്വേഷിക്കും. പോകാനിറങ്ങുന്നതിന് മുൻപ് CMനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാനായി തയ്യാറായ പുഷ്പയോട്, ഏയ് വേണ്ട, നീയൊരു സാധാരണ സ്മഗ്ലർ, നീയും ഞാനും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തെന്ന് പുറത്തറിഞ്ഞാൽ അതാകെ വിഷയമാ. ചെരുപ്പ് എത്ര നല്ല കാര്യം ചെയ്താലും കാലിലിടാനല്ലേ പറ്റൂ, അല്ലാതെ കയ്യിലിടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പുഷ്പയെ അപമാനിച്ച് അവിടെ നിന്ന് CM വിടുന്നു. താനാണ് വലിയവനെന്ന് ചിന്തിച്ചിരുന്ന പുഷ്പയ്ക്ക് അതൊരു വലിയ അപമാനമായിരുന്നു. ഇവൻ എന്നോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ മടിക്കുന്നില്ലേ? ഇവന്റെ അധികാരമല്ലേ, CM പദവിയല്ലേ ഇതിന് കാരണം? അതെനിക്ക് വേണ്ടപ്പെട്ട ആളിന്റെ കയ്യിലായാൽ ഞാൻ പറയുന്നത് എന്ത് നടക്കില്ലേ എന്ന് പറഞ്ഞ് MPയോട് CM ആകുവാനായും പറയുന്നു. അത് കേട്ട MP ആണെങ്കിൽ, എന്തായി പറയുന്നേ, ഞാൻ CM ആകാനോ? CM ആകണമെങ്കിൽ ഒരുപാട് കാശ് വേണം, ഒരു 100 കോടിയെങ്കിലും വേണം. അത് കേട്ട പുഷ്പ, 100 കോടിയല്ല, 1000 കോടി തരും ഞാൻ. ഉടനെ തന്നെ ഡൽഹിക്ക് പോയി ഇക്കാര്യം സംസാരിക്കേ. നിങ്ങളെ CM ആക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമല്ല, എന്റെ ഭാര്യ ശ്രീവല്ലി CMനൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അത് ചെയ്യാതെ പോയാൽ എനിക്ക് തന്നെ അപമാനമാണ്. അവൾ ചോദിച്ച ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി MP ആയ നിങ്ങളെ ഞാൻ CM ആകും. CM ആകുവാനുള്ള എല്ലാ പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞു. CM ആകണമെങ്കിൽ ഡൽഹിയുടെ സപ്പോർട്ട് വേണം. ഉടനെ തന്നെ MP ഡൽഹിയിലേക്ക് പോയി അവരുടെ പാർട്ടിയുടെ നേതാവിനോട് സംസാരിക്കും.
അപ്പോൾ നേതാവ് പറയുന്നത്, ഇപ്പോഴുള്ള CM-ന് എന്താ പ്രശ്നം? നിനക്ക് അതിനു വേണ്ടിയിട്ടുള്ള അനുഭവം വല്ലതുമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു കാര്യം നടക്കില്ല എന്ന് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. അതേ സമയം തന്നെ ആ ഒരു തലവന് ഒരു ഫോൺ കോൾ വരികയാണ്. തലവന്റെ സഹോദരനാണ് വിളിച്ചതും. അണ്ണാ, നിങ്ങളെ വിളിച്ചു കൊടുത്താൽ എനിക്ക് 5 കോടി കിട്ടുമെന്ന്. അത് കേട്ട തലവൻ വിചാരിക്കും, ഒരു ഫോൺ കോളിന് 5 കോടിയോ, അതാരടാ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു നിൽക്കുന്ന സമയം തന്നെ തലവനടുത്തേക്ക് ഒരു സോഫ സെറ്റ് വരികയാണ്. ആ സോഫ സെറ്റ് നിറയെ 10 കോടി രൂപയായിരുന്നു. അതെല്ലാം കണ്ട് തലവന്റെ കണ്ണുവരെ തള്ളിപ്പോയി. അതിനുശേഷം പുഷ്പതലവനെ കോൾ ചെയ്തിട്ട് MBയെ CM ആക്കി കഴിഞ്ഞാൽ 100 കോടി രൂപ തരാമെന്ന് പറഞ്ഞു. പണത്തിനോട് ഒരുപാട് ആർത്തി ഉണ്ടായിരുന്ന തലവനാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വശത്ത് MBക്കാണെങ്കിൽ ഒരു സംശയം, ഇത്രയും കാശ് ഇവൻ എവിടെന്നാ കിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു നിൽക്കുമ്പോൾ പുഷ്പ പറയും, നമ്മൾ ആദ്യം ചന്ദനം മംഗള സിംഗിന് കൊടുക്കാതെ ചെന്നൈ മുരുകന് കൊടുത്തു. അങ്ങനെ ചെയ്യാതെ നേരിട്ട് ജപ്പാനിലേക്ക് കടത്തിയിരുന്നുവെങ്കിൽ നമുക്ക് എന്തുമാത്രം ലാഭം കിട്ടുമായിരുന്നു. 1 ടണ്ണിന് 3.5 കോടി വെച്ച്. പുഷ്പയുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും കാശ് വരുന്നതെന്ന കാര്യം MBക്ക് മനസ്സിലായി. കാരണം ചന്ദനം കടത്ത് ബിസിനസ് അത്രയും വലുതാണ്. എന്നാൽ മറ്റൊരു വശത്ത് ഈ ചന്ദനമെല്ലാം കടത്തുന്നെങ്കിലും അത് വിൽക്കുവാനായിട്ട് ഒരു ഡീലർ വേണം. ആ ഡീലറിനെ കാണുവാനായിട്ട് പുഷ്പയാണെങ്കിൽ ആൻഡമാനിലേക്ക് പോയി. ഡീലറിന് പക്ഷെ പുഷ്പയെ അത്ര വിശ്വാസമില്ല. അപ്പോൾ പുഷ്പ പറയും, നിങ്ങൾ ഒരാളെ ഫോൺ വിളിച്ചിട്ട് ഒരു 100 ടൺ ചന്ദനം ചോദിച്ചു നോക്ക്. അത് കേട്ടതും അയാളാണെങ്കിൽ ഒരുപാട് പേരെ വിളിച്ചു. ആ ഡീലർ വിളിച്ച എല്ലാവരും ഡീലറിന് ചന്ദനം കൊടുക്കുവാനായും തയ്യാറായില്ല. അതിന് പിന്നിൽ എന്തെന്നാൽ ഡീലർ വിളിച്ച എല്ലാവരും നേരെ പുഷ്പയാണ് വിളിച്ചത്. ചന്ദനം കടത്തുന്നതിന്റെ ഫുൾ കൺട്രോൾ പുഷ്പയുടെ കയ്യിലാണെന്നും പുഷ്പ പറയുന്നത് മാത്രമേ നടക്കൂ, പുഷ്പ ഒരു നോ പറഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല എന്ന കാര്യം ഡീലറിന് മനസ്സിലായി. അങ്ങനെ പുഷ്പയുമായി ഒരു കൂട്ടുകച്ചവടത്തിന് ഡീലർ തയ്യാറാവുകയാണ്. പുഷ്പ പറയും, ഞാനൊരു 1000 ടൺ ചന്ദനം നിങ്ങൾക്ക് തരാം, പക്ഷെ 1 ടണ്ണിന് 5 കോടി വെച്ച് എനിക്ക് കിട്ടണം. അത് കേട്ടതും ഡീലർ എന്നെ സമ്മതിക്കുകയും ചെയ്തു. പുഷ്പയുടെ റേഞ്ച് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ പുഷ്പ തന്റെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും വിളിച്ചിട്ട് ചന്ദനം ചോദിക്കുകയാണ്. എല്ലാവരും പുഷ്പയ്ക്ക് ചന്ദനം കൊടുക്കുവാനായും തയ്യാറായി. എന്നാൽ ഇക്കാര്യമാണെങ്കിൽ നമ്മുടെ ശിഖാവത്ത് അറിയുകയാണ്. ശിഖാവത്ത് ഒരു കാര്യം പ്ലാൻ ചെയ്യും. എന്തെന്നാൽ പുഷ്പയുടെ കൺട്രോളിലാണല്ലോ ചന്ദനം കടത്തലിന്റെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എല്ലാം. അതിലേതെങ്കിലും പ്രധാനപ്പെട്ട ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പുഷ്പയെ ബാധിക്കും. അതുകൊണ്ട് അതിൽ പ്രധാനിയായ ഒരാളെ തന്നെ ശിഖാവത്ത് കൊന്നു കളയുകയാണ്. അത് എല്ലാവരും അറിയുന്നു. എല്ലാവർക്കും അത് ഷോക്കാണ്. കാരണം എല്ലാവരും കരുതിയിരിക്കുന്നത് പുഷ്പയുടെ കൂടെയുള്ള ആരെയും പോലീസിന് തൊടാനാകില്ല എന്നാണല്ലോ. എന്നാൽ ഇപ്പോൾ അതല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഇക്കാര്യം നമ്മുടെ MP അറിയുകയാണ്. MPക്ക് ആകെ ടെൻഷൻ. ഇനിയിപ്പോൾ CM ആകുവാനായും ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ശരിയാകില്ല. അതുകൊണ്ട് ശിഖാവത്തിനോട് പോയി സംസാരിക്കുവാനായും MP തീരുമാനിച്ചു. ശിഖാവത്തിനെ കണ്ടിട്ട്, എന്താ നിന്റെ പ്രശ്നം? ഇപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പുഷ്പയോടുള്ള പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ശിഖാവത്ത് പറയും, പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാനോ? അവൻ എന്താ എന്നോട് ചെയ്തത്? അവൻ എന്റെ ഷർട്ട് അഴിപ്പിച്ചിട്ട് അവൻ എന്നെ നാണം കെടുത്തി അപമാനിച്ചാണ് പറഞ്ഞു വിട്ടത്. അത് കേട്ട MP പറയും, ഓക്കെ ശരി, പുഷ്പ ഒരു തെറ്റ് ചെയ്തു. അവൻ നിന്നോട് മാപ്പ് ചോദിച്ചാൽ നീ എല്ലാ പ്രശ്നവും അവസാനിപ്പിക്കുമോ? അത് കേട്ട ശിഖാവത്ത് പറയും, ആര്? പുഷ്പ മാപ്പ് പറയാനോ? പുഷ്പയെ പോലെ ഇത്രയും ഭീകരമായ ഒരാൾ എന്നോട് മാപ്പ് പറയുമോ? അഥവാ മാപ്പ് പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രശ്നവും ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ പുഷ്പയുമായി നല്ല ഫ്രണ്ട് ആകാമെന്നും ശിഖാവത്ത് പറയും. അത് കേട്ട് MP ആണെങ്കിൽ നേരെ പുഷ്പയുടെ അടുത്ത് വന്നിട്ട് ശിഖാവത്ത് ഇങ്ങനെയാണ് പറയുന്നത്, നീ അവനോടൊന്ന് മാപ്പ് പറയേ, നമ്മുടെ എല്ലാ പ്രശ്നവും അതോടുകൂടി തീരും, പിന്നെ നമുക്ക് ലാഭമേ ഉണ്ടാകൂവെന്നും MP പറയുകയാണ്. അത് കേട്ട് പുഷ്പ ഒന്ന് ചിന്തിക്കും, സോറി പറയണമോ വേണ്ടയോ എന്നൊക്കെ. അങ്ങനെ സോറി പറയുവാനായും തീരുമാനിച്ചു. അപ്പോഴേക്കും MP ആണെങ്കിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുകയാണ്. എല്ലാ സിൻഡിക്കേറ്റ് മെമ്പേഴ്സും അതിൽ പങ്കെടുക്കുവാനായി ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് നമ്മുടെ പുഷ്പ ശിഖാവത്തിനോട് മാപ്പ് പറയുവാനായും പോകുന്നതും. ശിഖാവത്തും അത് കേൾക്കുവാനായി സന്തോഷത്തോടെ പാർട്ടിയിൽ പങ്കെടുക്കുവാനായും എത്തി. പുഷ്പ അവിടേക്ക് കടന്നു വന്നതും ബാക്കിയുള്ള സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എല്ലാം ഒരു സോറി പറയേ, അതോടുകൂടി ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ പുഷ്പയാണെങ്കിൽ ശിഖാവത്തിനോട് ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യത്തിനും സോറി എന്ന് പറഞ്ഞിട്ട് പോകുവാനായി ഇറങ്ങുമ്പോൾ ശിഖാവത്ത് എന്താണ് ചെയ്തത്? കൈയടിച്ച് സന്തോഷത്തോടെ പുഷ്പയെ കളിയാക്കുകയാണ് ചെയ്തത്. പുഷ്പ എല്ലാവരുടെയും മുന്നിൽ അപമാനപ്പെട്ടു. എല്ലാവരും തന്നെ ഒരു കോമാളിയെ പോലെ നോക്കുന്നതും പുഷ്പയ്ക്ക് മനസ്സിലായി. എന്നാൽ തിരികെ ഇറങ്ങിയ പുഷ്പയാണെങ്കിൽ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് ചിന്തിക്കും. കാരണം പുഷ്പ ഒരു ദേഷ്യക്കാരനാണല്ലോ. പുഷ്പ ഉടനെ തന്നെ വീണ്ടും പാർട്ടി നടക്കുന്നിടത്തേക്ക് പോയി ശിഖാവത്തിന്റെ കാർ അടിച്ച് നശിപ്പിച്ചു. എന്നിട്ട് ശിഖാവത്തിനെ എടുത്ത് അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുവന്ന് എറിയുകയും ചെയ്തു. എല്ലാവരുടെയും മുന്നിൽ ശിഖാവത്ത് വീണ്ടും അപമാനിക്കപ്പെട്ടു. ശിഖാവത്തിന് ആകെ ദേഷ്യം. ഞാൻ നിന്റെ ഈ സാമ്രാജ്യം മുഴുവൻ നശിപ്പിക്കുമെന്ന് അവിടെ വെച്ച് ശപഥം ചെയ്തു.
അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന പുഷ്പ പറയും, എന്നാൽ നീ ഒരു കാര്യം ചെയ്, 2 ദിവസത്തിനകം ഞാൻ 1000 ടൺ ചന്ദനം കടത്തുന്നുണ്ട്. അതിൽ നിന്നും ഒരു തടിയെങ്കിലും നീ പിടികൂടി കഴിഞ്ഞാൽ ഞാൻ ഈ തൊഴിൽ അവിടെ അവസാനിപ്പിച്ച് പഴയതുപോലെ തന്നെ കൂലിവേലയ്ക്ക് പോകുമെന്നും പറയും. അത് കേട്ട ശിഖാവതിനാണെങ്കിൽ ആ ഒരു ചന്ദനം എങ്ങനെയെങ്കിലും പിടികൂടണം എന്ന വാശിയായി. അങ്ങനെ പുഷ്പ പറഞ്ഞ ദിവസം എത്തി. ശിഖാവത്താണെങ്കിൽ ചെക്ക് പോസ്റ്റ് എല്ലാം അലർട്ടാക്കുകയാണ്. ഒരു വണ്ടിയെ പോലും പുറത്തു പോകാൻ അനുവദിക്കാത്ത വിധം ചെക്ക് ചെയ്യുന്നുമുണ്ട്. പുഷ്പയ്ക്കാണെങ്കിൽ ചന്ദനം കടത്താനായും പറ്റുന്നില്ല. അതിലാകെ ട്രാപ്പിൽ വീണ അവസ്ഥയാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞതും ശിഖാവത്താണെങ്കിൽ ഒരു പാലത്തിലൂടെ പോകുന്ന സമയത്ത് പാലത്തിനടിയിലെ വെള്ളം കുറവായി തോന്നുന്നു. ഇതെന്തായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? ആരെങ്കിലും ഡാം ഓഫാക്കി കാണുമോ? അതായിരിക്കും ഇങ്ങനെയെന്ന് ചിന്തിച്ചപ്പോൾ ശിഖാവത്തിന് ഒരു കാര്യം മനസ്സിലായി. ആ ഒരു പുഴയിലൂടെയാകാം ചിലപ്പോൾ പുഷ്പ തടി കടത്തുന്നതെന്ന്. സംഭവം സത്യമായിരുന്നു. പുഴയിലൂടെ ചന്ദനം കടത്തി ലോറിയിലാക്കിയാണ് അവർ കൊണ്ടുപോകുന്നതും. ഉടനെ തന്നെ ശിഖാവത്ത് ചെക്ക് പോസ്റ്റിൽ അത് അറിയിക്കുകയും ചെയ്തു. പോലീസ് അത് പിടികൂടും മുൻപേ തന്നെ പോലീസിനെ ലോക്കാക്കി ലോറിയിൽ ചന്ദനവുമായി അവർ കടന്നു കളഞ്ഞു. ശിഖാവത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അതേസമയം തന്നെയാണ് കുറച്ച് കാളവണ്ടി പോകുന്നത് കാണുന്നതും. എന്നാൽ ശിഖാവത്താണെങ്കിൽ കാളവണ്ടി റോഡിലെല്ലാം നിരത്തി നിർത്തിയിട്ട് ആ ലോറി തടയുകയാണ് ചെയ്തത്. അതോടുകൂടി പുഷ്പയുടെ ആ ഒരു 1000 ടൺ ചന്ദനവും ശിഖാവത്ത് പിടികൂടി. പറഞ്ഞതുപോലെ തന്നെ ശിഖാവത്ത് ചെയ്തു. ഇനി അടുത്ത വഴി എന്താ? പുഷ്പയ്ക്ക് ഇനി കൂലിവേലയേ ഉള്ളൂ. അതെല്ലാം ആലോചിച്ച് സന്തോഷിച്ചു നിൽക്കുകയാണ് ശിഖാവത്ത്. മാത്രവുമല്ല, പുഷ്പയുടെ സാമ്രാജ്യത്തെ താനായിട്ട് നശിപ്പിച്ചു എന്ന സന്തോഷമാണ് ശിഖാവത്തിനും. അതേസമയം തന്നെയായിരുന്നു മംഗള സിംഗ് ഈ വിവരമൊക്കെ അറിഞ്ഞ് അവിടേക്ക് വന്നതും. ചന്ദനത്തടിയെല്ലാം നോക്കി നിൽക്കുന്ന മംഗള സിംഗ് ആണെങ്കിൽ ഒരു കാര്യം പറയും, ഡോ, താൻ എന്തായി പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ചന്ദനമല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. അത് കേട്ടതും ശിഖാവത്തിനാണെങ്കിൽ തന്റെ ദേഹത്ത് ഇടി വീണതുപോലെയായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നാൽ ചന്ദനം പോലെ തോന്നിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചന്ദനമാണ് പുഷ്പ ലോറിയിൽ കടത്തിയതും. പിന്നെ യഥാർത്ഥ ചന്ദനം എങ്ങനെ പോയി? ഞാൻ ചെക്ക് പോസ്റ്റിലെല്ലാം അലർട്ട് കൊടുത്തതാണല്ലോ. ഒരു വണ്ടി പോലും പുറത്തോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ബ്ലോക്ക് ചെയ്തു വെച്ചിരുന്നതെന്നും ശിഖാവത്ത് പറയും. അപ്പോഴാണ് ഒരു കാളവണ്ടി അതുവഴി പോകുന്ന ശബ്ദം ശിഖാവത്ത് കേട്ടത്. കാളവണ്ടിയിലാണ് ചന്ദനം കടത്തിയതും. ചന്ദനത്തടികളെല്ലാം കൊണ്ട് ഒരു കാളവണ്ടി നിർമ്മിച്ചു. അത് ആർക്കും തോന്നാത്ത രീതിയിലാണ് കാളവണ്ടികൾ നിർമ്മിച്ചിരിക്കുന്നതും. അതിലൂടെയാണ് ചന്ദനം കടത്തിയതെന്നും ശിഖാവത്തിന് മനസ്സിലായി. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണല്ലോ എന്നെല്ലാം ചിന്തിച്ച് ശിഖാവത്ത് ആകെ ടെൻഷനായി. വീണ്ടും എല്ലാവർക്കും മുന്നിൽ ശിഖാവത്ത് അപമാനിക്കപ്പെട്ടു. പുഷ്പയ്ക്ക് ചിലപ്പോൾ ചന്ദനം ആന്ധ്ര ബോർഡർ കടത്തുവാനായി പറ്റും. എന്നാൽ ഇന്ത്യ ബോർഡർ കടത്തുവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ച ശിഖാവത്താണെങ്കിൽ ചന്ദനം എങ്ങോട്ടാണ് കടത്തുന്നതെന്ന് കണ്ടുപിടിക്കുവാനായും തീരുമാനിച്ചു. അപ്പോഴാണ് രാമേശ്വരം വഴി ശ്രീലങ്കയിലേക്ക് ചന്ദനം കൊണ്ടുപോകുന്ന വിവരം ശിഖാവത്ത് അറിയുന്നതും. ഉടനെ തന്നെ രാമേശ്വരത്തെത്തി അത് ബ്ലോക്ക് ചെയ്യുവാനായി ശ്രമിക്കുന്ന സമയത്ത് ചന്ദനമെല്ലാം കടലിലാണെന്നറിയുന്നു. എന്തെന്നാൽ കപ്പലിൽ അവർ ശ്രീലങ്കയിലേക്ക് ചന്ദനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതറിഞ്ഞ ശിഖാവത്താണെങ്കിൽ ഉടനെ തന്നെ അവരെ ഫോളോ ചെയ്യുകയാണ്. എന്നാൽ ശ്രീലങ്ക ബോർഡർ കഴിഞ്ഞതും ശിഖാവത്തിന് അതിനപ്പുറത്തേക്ക് പോകുവാനായും പറ്റിയില്ല. പുഷ്പയുടെ കയ്യിൽ പണവും സ്വാധീനവും എല്ലാം ഉണ്ട്. അതുപയോഗിച്ച് ശിഖാവത്തിനെ ബ്ലോക്ക് ചെയ്തു. ശിഖാവത്ത് ബോർഡർ കടക്കുന്നതിന് മുൻപ് തന്നെ ശ്രീലങ്കൻ പോലീസ് അവിടേക്കെത്തി. എന്നിട്ട് തോക്ക് ചൂണ്ടിയാണ് ശിഖാവത്തിനെ വിരട്ടിയതും. ബോർഡർ കടക്കുവാനായും പറ്റില്ല, ഇതുവരെ മാത്രമേ നിങ്ങൾക്ക് പെർമിഷൻ ഉള്ളൂ, തിരികെ പോകണമെന്നും പറഞ്ഞു. അതോടുകൂടി ആ പ്രതീക്ഷയും ശിഖാവത്തിന്റെ നഷ്ടമായി. അങ്ങനെ പുഷ്പ ജയിച്ചു, ശിഖാവത്ത് തോറ്റു. പുഷ്പ അങ്ങനെ ശ്രീലങ്കയിലെ ഡീലറിനടുത്തെത്തി ചന്ദനം വിറ്റ് 2000 കോടി നേടി. പുഷ്പയുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിലധികം കാശെത്തിയിരിക്കുകയാണല്ലോ. പുഷ്പ നേരെ ചെന്നത് CM-നെ മാറ്റുവാനായിട്ടായിരുന്നു. ഇപ്പോഴുള്ള CM ശരിയാകില്ല. എന്നോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാൻ പോലും അയാൾ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ആളിനെ CM ആക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും കാശ് കൊടുത്ത് തന്റെ കൈവശമാക്കി. അങ്ങനെ പുഷ്പ പറയുന്ന ആളിനെ തന്നെ CM ആക്കുവാനായും തീരുമാനിച്ച് പുഷ്പയുടെ കൂട്ടാളിയായ MP-യെയും CM ആക്കുകയാണ്. പുഷ്പ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുകയാണല്ലോ. ആ സന്തോഷത്തിൽ അമ്പലത്തിൽ പൂജ നടത്തുവാനായും പുഷ്പ തീരുമാനിച്ചു. അപ്പോഴാണ് പുഷ്പയുടെ ഭാര്യയെ ശ്രീവല്ലി പ്രഗ്നന്റ് ആണെന്ന കാര്യവും പുഷ്പ അറിയുന്നത്. അതിൽ കൂടുതൽ സന്തോഷം ഇനി പുഷ്പയ്ക്കുണ്ടോ? ആ സന്തോഷത്തിൽ പുഷ്പ അമ്പലത്തിൽ പൂജ നടത്തുകയായിരുന്നു. അതേസമയം തന്നെയായിരുന്നു അമ്പലത്തിലുണ്ടായിരുന്ന പുഷ്പയുടെ മകളെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ഉപദ്രവിക്കുവാനായി നോക്കിയത്. ഇപ്പോൾ ചിന്തിക്കും, പുഷ്പയ്ക്ക് മകളോ എന്ന്. പുഷ്പയുടെ മകളല്ല യഥാർത്ഥത്തിൽ. പുഷ്പയുടെ അമ്മയ്ക്ക് ഒരു മകൻ മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ പുഷ്പയുടെ അച്ഛന് ആദ്യത്തെ വിവാഹത്തിൽ മക്കളുണ്ടല്ലോ. അതിൽ പുഷ്പയുടെ ചേട്ടനായിട്ട് വരുന്ന ആളിന്റെ മകളെയാണ് അവർ ഉപദ്രവിച്ചത്. അപ്പോൾ ചേട്ടന്റെ മകൾ ഉറപ്പായിട്ടും പുഷ്പയുടെ മകൾ തന്നെയാണല്ലോ. ആരാടാ എന്റെ മകളെ തൊടുന്നത് എന്ന് ചോദിച്ച് പുഷ്പയാണെങ്കിൽ അവരെ എല്ലാവരെയും തല്ലി. പുഷ്പ അവരെ തല്ലിക്കൊണ്ടു നിന്ന സമയം തന്നെയായിരുന്നു പുഷ്പയുടെ ചേട്ടൻ അവിടേക്ക് വന്നത്. ഇതുവരെയും പുഷ്പയുടെ ചേട്ടൻ അവനെ സഹോദരനായി അംഗീകരിച്ചിട്ടില്ലല്ലോ. എത്രയായാലും അവരുടെ അച്ഛന്റെ 2ാമത്തെ ഭാര്യയിലുള്ള മകനാണല്ലോ അത്. ചേട്ടനാണെങ്കിൽ പുഷ്പയെ കണ്ടേകൂടാ. ചേട്ടൻ പറയും,
എത്ര നീ എന്റെ മകളെ രക്ഷിച്ചെന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ എന്റെ സഹോദരനായിട്ടോ എന്റെ അച്ഛന്റെ മകനായിട്ടോ പോലും കൂട്ടില്ല എന്ന്. അത് കേട്ടതും വീണ്ടും എല്ലാവരുടെയും മുന്നിൽ പുഷ്പ നാണം കെടുകയാണ് ചെയ്തത്. എന്റെ മകളെയല്ലേ ഇവർ ഉപദ്രവിച്ചത്, അതിന് ശിക്ഷ കൊടുക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് ആ പയ്യന്മാരെയൊക്കെ അടിച്ച് അവരുടെ തലയൊക്കെ മുട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി. എന്നാൽ ആ പയ്യന്മാർക്കാണെങ്കിൽ അതൊരിക്കലും സഹിക്കാനായില്ല. അവർക്ക് വല്ലാതെ പ്രതികാരമായി. ഏത് പെണ്ണിന് വേണ്ടിയിട്ടാണോ തല മുട്ടയടിപ്പിച്ചത് ആ പെണ്ണിനെ തന്നെ നശിപ്പിക്കുമെന്നും അവർ തീരുമാനിക്കും. അങ്ങനെ ആ അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന സമയം തന്നെ പുഷ്പയുടെ ചേട്ടന്റെ മകളെ അവർ കടത്തിക്കൊണ്ടുപോയി. എന്നിട്ട് പറയുന്നത് എന്തെന്നാൽ മകളെ തിരിച്ചു വേണമെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ തല മുട്ടയടിക്കണമെന്ന്. അത് ന്യൂസിലും മീഡിയയിലും ഒക്കെ വരുന്നു. ആകെ വിഷയമായി. അതറിയുന്ന പുഷ്പയാണെങ്കിൽ എത്ര ധൈര്യമുണ്ടായിട്ടാ അവരെന്റെ മകളെ കടത്തിക്കൊണ്ടുപോയത്, ഞാൻ എല്ലാത്തിനെയും ശരിയാകുമെന്നും പുഷ്പ തീരുമാനിച്ചു. അങ്ങനെ പുഷ്പയുടെ ആളുകളും എല്ലാവരും ചേർന്ന് അവിടെ മാകെ ബ്ലോക്ക് ചെയ്ത് എല്ലായിടത്തും അന്വേഷിക്കും. ഒരു തുമ്പ് പോലും വിടാതെയാണ് അവർ അന്വേഷിക്കുന്നതും. ഇതെല്ലാം ഡൽഹിയിൽ അറിയുകയാണ്. എന്താണ് ആന്ധ്രാപ്രദേശിൽ ഇത്ര പ്രശ്നമെന്നൊക്കെ അവർ അന്വേഷിക്കും. അവരുടെ പാർട്ടിയുടെ തലവനും ഇതിൽ ഇടപെടുകയാണ്. തലവൻ ഇടപെടുന്നത് എന്തിനെന്നാൽ തലവന്റെ സഹോദരന്റെ മകനായിരുന്നു ആ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോയതും. അവരുടെ കുടുംബത്തിലെ ഒരേ ഒരു അവകാശി. അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തലവർക്ക് സഹിക്കാനായും പറ്റില്ല. തന്റെ സഹോദരന്റെ മകന്റെ ജീവന് വേണ്ടിയിട്ട് തലവൻ ഏതറ്റം വരെയും പോകും. അതെല്ലാം മനസ്സിലാക്കിയ പുതിയ CM ആണെങ്കിൽ നേരെ പുഷ്പയെ വിളിക്കുകയാണ്. തലവരുടെ സഹോദരന്റെ മകനാണത്, അതുകൊണ്ട് അവന് നീ ഒന്നും ചെയ്യല്ലേ, ചെയ്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്നും പറയും. അപ്പോൾ അത് കേട്ട പുഷ്പ പറയുകയാണ്, അവൻ എത്ര ധൈര്യമുണ്ടായിട്ടാ എന്റെ മകളെ കടത്തിക്കൊണ്ടു പോയത്. അവൻ എന്റെ മകളുടെ ദേഹത്ത് കൈവച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ ഞാൻ ഒന്നും ചെയ്യില്ല. അഥവാ കൈവച്ച് കഴിഞ്ഞാൽ അവനെ ഞാൻ കൊല്ലുമെന്നും പുഷ്പ പറഞ്ഞു. അങ്ങനെ CM ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. അവരോട് സമാധാനമായി സംസാരിച്ച് പ്രശ്നമെല്ലാം കോംപ്രമൈസ് ചെയ്യാനുള്ള രീതിയിലാണ് CM പറയുന്നത്. അങ്ങനെ പുഷ്പയാണെങ്കിൽ ആ പയ്യന്മാരുള്ള സ്ഥലം കണ്ടെത്തുകയാണ്. അവരുടെ CM പറയുന്നത് കോംപ്രമൈസായി എല്ലാ പ്രശ്നവും സംസാരിച്ച് തീർക്കുവാനായിട്ടാണ് പറയുന്നത്. പുഷ്പ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പുഷ്പ ആ പയ്യന്മാരുള്ള സ്ഥലം കണ്ടെത്തുകയാണ്. അവന്റെ മകളെ കടത്തിക്കൊണ്ടുപോയ സ്ഥലം. അവിടേക്കെത്തിയ പുഷ്പയാണെങ്കിൽ അവരോട് സമാധാനത്തിൽ സംസാരിക്കുവാനായും തീരുമാനിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്തെന്നാൽ, നീ എല്ലാവരുടെയും മുന്നിലിട്ട് ഞങ്ങളെ അപമാനിക്കുമല്ലേ, ഉപദ്രവിക്കുമല്ലേ എന്ന് പറഞ്ഞ് പുഷ്പയുടെ 2 കൈയും 2 കാലും കെട്ടിയിട്ടിട്ട് അവനെ തല്ലുന്നു. എന്നിട്ട് അവന്റെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ മകളെ ഒരുപാട് ഉപദ്രവിക്കും. അത് കണ്ടിട്ട് സഹിക്കാനാകാത്ത പുഷ്പയാണെങ്കിൽ 2 കൈയും കാലും കെട്ടിയിട്ടുണ്ടെങ്കിലും അവരെ എല്ലാവരെയും അടിക്കുകയാണ്. പ്രേതം കൂടിയെന്നോ ദൈവം കൂടിയെന്നോ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അതുപോലെ രുദ്രതാണ്ഡവമാടുകയാണ്. പുഷ്പയാണെന്നേ തോന്നത്തില്ല. അത്രയ്ക്കും വേണ്ടിട്ട് ദേഷ്യത്തിൽ കല്ല് തുള്ളുകയാണ്. കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ അവന്റെ കൺമുമ്പിൽ നടന്നതും. അങ്ങനെ പുഷ്പ ഒരുവിധം എല്ലാവരെയും കൊന്നു. തലവന്റെ കുടുംബമാണ് ആ പയ്യനെന്ന് നോക്കാതെ അവനെയും കൊന്നു കളയുകയാണ് ചെയ്തത്. എല്ലാവരും ഞെട്ടിപ്പോയി. അതേസമയം തന്നെയായിരുന്നു തലവന്റെ സഹോദരനും അവിടേക്ക് വന്നത്. തന്റെ മകൻ മരിച്ചു കിടക്കുന്നത് കണ്ട് അയാൾക്ക് സഹിക്കാനായില്ല. അയാൾ പുഷ്പയുമായി ഫൈറ്റിന് പോകുന്ന സമയത്ത് പുഷ്പ അയാളെയും കൊന്നു കളയുന്നു. ആകെ പ്രശ്നം. ഇതറിയുന്ന തലവനാണെങ്കിൽ അവൻ കൊന്നത് എന്റെ സഹോദരനെയും സഹോദരന്റെ മകനെയുമാണ്. ഇനി അവനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ വാശിയിലാണ്. എന്നാൽ മറ്റൊരു വശത്ത് പുഷ്പ രക്ഷിച്ചത് തന്റെ സഹോദരന്റെ മകളെയാണല്ലോ. അടുത്ത ദിവസം തന്നെ പുഷ്പയുടെ വീട്ടിലേക്ക് സഹോദരൻ വരികയാണ്. പുഷ്പയെയും അമ്മയും കണ്ട്, നിന്നെ ഞാൻ ഇന്ന് വരെയും എന്റെ സഹോദരനായി ഞാൻ അംഗീകരിച്ചിട്ടേയില്ല. എന്റെ അച്ഛന്റെ 2ാം ഭാര്യയിലുള്ള മകനായിട്ടാണ് ഞാൻ നിന്നെ കണക്കാക്കിയതും. പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ അപമാനിക്കുവാനൊന്നും പാടില്ലായിരുന്നു. നീ എത്രയായാലും ഞങ്ങളുടെ സഹോദരൻ തന്നെയാണല്ലോ. ആ ഒരു സ്ഥാനം നിനക്ക് തന്നിട്ടേയില്ലായിരുന്നു. എന്തൊക്കെയായാലും എന്റെ മകൾക്കും എന്റെ കുടുംബത്തിനും ഒരു പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ നീ വന്നില്ലേ. ഞാൻ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പുഷ്പയുടെ അമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. ചേട്ടൻ തന്റെ മകളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. വിവാഹത്തിന്റെ ക്ഷണകത്തുമായിട്ടാണ് വന്നത്. ക്ഷണകത്ത് അവർക്ക് കൊടുക്കുകയാണ്. കത്ത് തുറന്നു നോക്കിയതും പുഷ്പയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഇത്രയും നാൾ എന്തിനു വേണ്ടിയിട്ടാണോ പുഷ്പ പോരാടിയത് അത് പുഷ്പയ്ക്ക് കിട്ടിയിരിക്കുന്നു. അച്ഛന്റെ പേര് ഒരിക്കലെങ്കിലും തന്റെ പേരിനോടൊപ്പം ചേർത്ത് വേണമെന്ന് പുഷ്പ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ കല്യാണ ലെറ്ററിൽ പുഷ്പയുടെ അമ്മയുടെ പേരും പുഷ്പയുടെ പേരിനൊപ്പം പുഷ്പയുടെ അച്ഛന്റെ പേരും ചേർത്ത് എഴുതിയിട്ടുണ്ട്. കൂടാതെ ശ്രീവല്ലിയുടെ പേരുമുണ്ട്. പുഷ്പയും കുടുംബത്തിനെയും ചേട്ടനും അവരുടെ കുടുംബമായി അംഗീകരിച്ചിരിക്കുന്നു. പുഷ്പയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാ ഫാമിലിയും ഒന്നായിരിക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് സഹോദരന്റെ മകളുടെ വിവാഹം നല്ല രീതിക്ക് നടത്തുന്നു. പുഷ്പ താൻ എന്താണോ ആഗ്രഹിച്ചത് അത് പുഷ്പയ്ക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. സന്തോഷത്തോടു കൂടി കല്യാണം നല്ല രീതിക്ക് നടത്തുകയാണ് എല്ലാവരും. എന്നാൽ ഞെട്ടിക്കുന്ന സംഭവം വേറൊന്നുണ്ട്. കല്യാണ ഓഡിറ്റോറിയത്തിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. അതാരാണ് വെച്ചതെന്നോ അത് ബ്ലാസ്റ്റ് ആയെന്നോ ഒന്നും കാണിക്കുന്നതേയില്ല. പുഷ്പയ്ക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. എങ്ങനെയും പുഷ്പയെ കൊന്നേ പറ്റൂ എന്ന വാശിയിൽ നടക്കുന്ന തലവൻ, കാരണം തലവന്റെ സഹോദരനെയും മകനെയുമാണ് കൊന്നിരിക്കുന്നത്. പുഷ്പയെ എങ്ങനെയെങ്കിലും തെളിവ് സഹിതം പൊക്കണമെന്ന വാശിയിൽ നടക്കുന്ന ശിഖാവത്ത്, പുഷ്പ നശിച്ചാൽ മാത്രമേ ഫുൾ സിൻഡിക്കേറ്റ് തന്റെ കൈവശം വരൂ എന്ന വാശിയിൽ നടക്കുന്ന മംഗള സിംഗ്,
ഇത്രയും പേരാണ് പുഷ്പയുടെ പതനം കാത്തിരിക്കുന്നതും. അതിനിടയിലും തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുവാനാണ് പുഷ്പ ആഗ്രഹിക്കുന്നത്. പുഷ്പ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുമോ? ആരായിരിക്കാം ബോംബ് വെച്ചിട്ടുള്ളത്? ബോംബ് ബ്ലാസ്റ്റ് ആയി കാണുമോ? പിന്നീടുള്ള പുഷ്പയുടെ ജീവിതം എന്തായി? ശത്രുക്കളെ എങ്ങനെയെല്ലാം പുഷ്പ നേരിട്ടു എന്നതെല്ലാം അവിടെ നിർത്തിക്കൊണ്ട് തേർഡ് പാർട്ടിനുള്ള ഒരു ലീഡും തന്നുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.